പശ്ചിമേഷ്യയിൽ യുദ്ധസാഹചര്യം അതിരൂക്ഷമായി തുടരുകയാണ്. അതിനിടെ ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് IAEA സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാന്റെ നഥാൻസ് എന്ന ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നത്. പുറത്തുവരുന്ന ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ അതിന്റെ പ്രവേശന കവാടത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് IAEA സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ജലീൽ കണ്ണമംഗലത്തിലേക്ക് കൂടി പോകുന്നു. ജലീൽ, ജദ്ദയിൽ എന്താണ് സാഹചര്യം? അവിടെ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന വാർത്തയൊക്കെ നേരത്തെ വന്നതാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുജ, സൗദിയുടെ മധ്യമേഖലയായ റിയാദ് അൽഖർജ് ഭാഗത്താണ് ഇന്ന് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ എംബസിയിൽ തീപിടുത്തമുണ്ടായി. എംബസി തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. പുറമെ അമേരിക്കൻ സൈനിക താവളമുള്ള അൽഖർജിലും റിയാദിലും 8 ഡ്രോണുകൾ പ്രതിരോധ സേന ഇന്ന് തകർത്തു. ഇന്നലെ അൽഖർജിലെ അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും കിഴക്കൻ പ്രവിശ്യയിലെ അറാംകോ എന്ന ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. സൗദിക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കുകയാണ് ഇറാൻ. ഇതിനെതിരെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് സൗദി നൽകിയിട്ടുണ്ട്. അതേസമയം മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സൗദിയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും റിയാദിലെ ഇന്ത്യൻ എംബസി ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: അനാവശ്യ ഭീതി വേണ്ട, ജാഗ്രത വേണം, പ്രാദേശിക അധികാരികളും എംബസിയും നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. റിയാദിലെ എംബസിയും ജിദ്ദയിലെ കോൺസുലേറ്റും VFS സേവനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൗദിയിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിമാന സർവീസുകൾ ലഭ്യമാണ്. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ടിക്കറ്റ് ലഭ്യത പരിശോധിച്ച് യാത്ര ചെയ്യാവുന്നതാണ്. ഏത് അടിയന്തര സാഹചര്യത്തിലും എംബസിയെയും കോൺസുലേറ്റിനെയും ബന്ധപ്പെടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കിയിട്ടുണ്ട്. എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും എംബസിയുടെ ഈ നിർദ്ദേശങ്ങളിൽ ഉള്ളത്. അതേസമയം ഉംറ തീർത്ഥാടകർ പലരും നാട്ടിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അത് ജിദ്ദയിലുണ്ട്, മക്കയിലുണ്ട്, മദീനയിലുമുണ്ട്. അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത പല വിമാന കമ്പനികളുടെ സർവീസുകൾ റദ്ദാക്കിയത് മൂലമാണ് അവരുടെ യാത്ര മുടങ്ങിയത്. പല മലയാളികളും ഇതിൽ പെട്ടിട്ടുണ്ട്. അതേസമയം ഇൻഡിഗോയുടെ പ്രത്യേക വിമാന സർവീസ് ഇന്ന് തുടങ്ങുകയാണ്. അത് ജിദ്ദയിൽ നിന്നാണ്. മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലേക്ക് മാത്രമാണ് സർവീസുകൾ നടത്തുന്നത്. 4 സർവീസുകളാണ് ഉള്ളത്. ഇതിനു പുറമെ ആകാശ എയറും ഇന്നും നാളെയുമായി പ്രത്യേക സർവീസുകൾ ജിദ്ദയിൽ നിന്ന് നടത്തുന്നുണ്ട്. അത് മുംബൈയിലേക്കും അഹമ്മദാബാദിലേക്കും മാത്രമാണ് സർവീസുകൾ ഉള്ളത്. 3 സർവീസുകളാണ് ഇന്നും നാളെയുമായി ആകാശ എയർ നടത്തുന്നത്. എയർ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അറിയിപ്പ് ഇന്ന് രാത്രി വരെയുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. സർവീസ് മുടങ്ങിയ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ നൽകുകയോ അല്ലെങ്കിൽ സൗജന്യമായി മറ്റൊരു തീയതിയിലേക്ക് യാത്ര മാറ്റുകയോ ചെയ്യാം എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സൗദി എയർലൈൻസിന്റെ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഇന്ത്യയിലേക്ക് നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ റിയാദിലുള്ള കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം യാത്രക്കാർക്കായി പ്രത്യേക പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് തിരിക്കും മുമ്പ് അതത് എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും വെബ്സൈറ്റിലൂടെയും വിവരങ്ങൾ പരിശോധിക്കാൻ വിമാനത്താവള അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു അറിയിപ്പ് ഇന്നലെ രാത്രി പുറത്തു വന്നിട്ടുണ്ട്. ആരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സൗദിയിലില്ല. സൗദിയിൽ എല്ലാവരുടെയും ജനജീവിതം സാധാരണ രീതിയിലാണ്. രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രധാനം. അതോടൊപ്പം തന്നെ സ്വദേശികളുടെയും പ്രവാസികളുടെയും ഉംറക്കാരുൾപ്പെടെയുള്ള സന്ദർശകരുടെയും എല്ലാം സുരക്ഷ ഒക്കെയാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. എല്ലാ വിമാന സർവീസുകൾ മുടങ്ങിയ കാരണം സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് എല്ലാ സേവനങ്ങളും നൽകാൻ, എല്ലാ സഹായങ്ങളും നൽകാൻ സൗദി ഭരണാധികാരികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് GCC പൗരന്മാരെ അതിഥികളായി സ്വീകരിച്ച് അവർക്ക് താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് സൗജന്യമായിട്ട് സൗദിയിൽ നിന്ന് അവരുടെ GCC രാജ്യങ്ങളിലേക്ക് റോഡ് മാർഗം യാത്രാ സൗകര്യവും ആരംഭിച്ചിട്ടുണ്ട്.
അതാണ് ജിദ്ദയിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. നേരത്തെ നമുക്കറിയാം സൗദി അറേബ്യ റിയാദിലൊക്കെ നേരെ ആക്രമണം കടുപ്പിച്ചിരുന്നു ഇറാൻ. ആക്രമണം തുടരുകയാണ്. US എംബസിക്ക് നേരെയൊക്കെയുള്ള ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സൗദിയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇറാനെതിരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പറയുകയാണ്. ഇസ്രയേൽ വ്യോമസേന ടെഹ്റാനിലെ ഭരണകൂടത്തെ ലക്ഷ്യമാക്കി ശക്തമായ ആക്രമണം നടത്തിയെന്ന് ഒരിക്കൽ കൂടി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ഖട്സ് സ്ഥിരീകരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ വിക്ഷേപണ സംവിധാനത്തെ തകർക്കും എന്നുകൂടി ഇസ്രയേൽ ഖട്സ് പറയുകയാണ്. ആവശ്യമുള്ളിടത്തോളം കാലം ആക്രമണം തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിനിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ IAEAയുടെ സ്ഥിരീകരണം വരുന്നത്. നഥാൻസ് ആണവ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടങ്ങൾ ആക്രമണത്തിൽ സ്ഥിരീകരിച്ചു. പക്ഷേ ആണവ ചോർച്ച ഉണ്ടാകാൻ മാത്രമുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് IAEA പറഞ്ഞത്. കഴിഞ്ഞ ദിവസം IAEA ഇത്തരമൊരു ആക്രമണം ഉണ്ടായോ എന്നത് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ആക്രമണം ഉണ്ടായി എന്നത് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ആണവ ചോർച്ചയുടെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു ആശങ്ക വേണ്ടതില്ല എന്നതാണ് IAEA അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.